ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം ആവർത്തന പുസ്തകം 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളാണ്. വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മോശ ഇസ്രായേലിനോട് നൽകുന്ന അവസാന ഉപദേശങ്ങളുടെ തുടർച്ചയാണ് ആവർത്തനം 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ. വിശുദ്ധ ജീവിതം, ഉത്തരവാദിത്വമുള്ള വിഭവ നിർവഹണം, അനുകമ്പ, ആരാധന, ഔദാര്യം, ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തികളെ ഓർക്കൽ എന്നിവയാണ് ഈ അധ്യായങ്ങളിലെ പ്രധാന വിഷയങ്ങൾ. ദൈവജനങ്ങൾ നിയമങ്ങൾ മാത്രം അനുസരിക്കേണ്ടവരല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കേണ്ടവരാണ് എന്ന് മോശ പഠിപ്പിക്കുന്നു. യഥാർത്ഥ ആരാധന മതപരമായ ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ദൈനംദിന തീരുമാനങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും സാമൂഹിക ബന്ധങ്ങളിലും ദൈവത്തോടുള്ള നന്ദിയിലും അത് പ്രകടമാകണം. 14-ാമത്തെ അധ്യായത്തിൽ മോശ ആദ്യം ഇസ്രായേലിനെ അവർ ദൈവത്തിൻ്റെ വിശിഷ്ട ജനമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ചുറ്റുമുള്ള ജാതികളിലെ പുറജാതീയ ദുഃഖാചാരങ്ങളെ അവർ അനുകരിക്കരുത്. തുടർന്ന് ശുദ്ധവും അശുദ്ധവുമായ ഭക്ഷണങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകപ്പെടുന്നു. ചില മൃഗങ്ങളെയും മത്സ്യങ്ങളെയും പക്ഷികളെയും ഭക്ഷിക്കാം, ചിലത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഈ അധ്യായത്തിൽ ദശാംശ നിയമവും അവതരിപ്പിക്കുന്നു. വിളവിൻ്റെയും കന്നുകാലികളുടെയും 10-1 കർത്താവിന് സമർപ്പിക്കണം. ഈ ദശാംശം ആരാധനയ്ക്കും ലേവ്യർക്കും ദരിദ്രർക്കും വിധവകൾക്കും അനാഥർക്കും പരദേശികൾക്കും സഹായമായി ഉപയോഗിക്കപ്പെടണം. ശുദ്ധവും അശുദ്ധവുമായ ഭക്ഷണങ്ങളുടെ വ്യത്യാസം ഇസ്രായേൽ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ജനമാണെന്ന് അവരെ ഓർമ്മിപ്പിച്ചു. വിശുദ്ധി ആരാധനയിൽ മാത്രമല്ല, ദൈനംദിന ജീവിതത്തിലും പ്രകടമാകണം. ദശാംശം എല്ലാം ദൈവത്തിൻ്റേതാണെന്ന് പഠിപ്പിച്ചു. ദൈവത്തിന് നൽകുന്നത് ആരാധനയും നന്ദിയും വിശ്വാസവും പ്രകടിപ്പിക്കുന്ന പ്രവൃത്തിയായിരുന്നു. ഈ അധ്യായം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെയും വിശുദ്ധിയെയും കുറിച്ച് പഠിപ്പിക്കുന്നു. ഇസ്രായേൽ മഹത്തായതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ നിയമസ്നേഹം കൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനാൽ അവരുടെ ജീവിതം ദൈവത്തിൻ്റെ വിശുദ്ധിയെ പ്രതിഫലിപ്പിക്കണം. പുതിയ നിയമത്തിൽ വിശ്വാസികളും വിശുദ്ധ ജാതിയും ദൈവത്തിൻ്റെ സ്വന്തം ജനവും എന്ന് വിളിക്കപ്പെടുന്നു. ഭക്ഷണ നിയമങ്ങൾ ക്രിസ്തുവിൽ നിറവേറ്റപ്പെട്ടെങ്കിലും വിശുദ്ധ ജീവിതത്തിൻ്റെ തത്വം ഇന്നും നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങളെ നിരസിക്കുന്ന ലോകത്തിൽ ദൈവത്തിൻ്റെ ജനം വ്യത്യസ്തരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ, ശീലങ്ങൾ, സംസാര രീതി, വിനോദം, സാമ്പത്തിക ഇടപാടുകൾ, ബന്ധങ്ങൾ എന്നിവ ക്രിസ്തുവിനുള്ളവരാണെന്ന് കാണിക്കണം. ദശാംശത്തിൻ്റെ തത്വം വിഭവ നിർവഹണം ശിഷ്യത്വത്തിൻ്റെ പ്രധാന ഘടകമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്നാണ്. ഔദാര്യം ദൈവപരിപാലനത്തിനുള്ള വിശ്വാസത്തെ പ്രകടമാക്കുന്നു. 15-ാമത്തെ അധ്യായത്തിൽ വിമോചന വർഷത്തെക്കുറിച്ച് പറയുന്നു. ഓരോ 7-ാം വർഷത്തിലും ഇസ്രായേലിയർക്കിടയിലെ കടങ്ങൾ മാപ്പാക്കണം. 6 വർഷം സേവിച്ച എബ്രായദാസന്മാരെ സ്വതന്ത്രരാക്കുകയും അവരെ ഔദാര്യത്തോടെ അയക്കുകയും വേണം. ദരിദ്രരോട് ഹൃദയം കഠിനമാക്കരുതെന്ന് ദൈവം കൽപ്പിക്കുന്നു. പകരം ആവശ്യമുള്ളവരെ സഹായിക്കുകയും വായ്പ നൽകുകയും വേണം. അധ്യായത്തിൻ്റെ അവസാനം ആദ്യജാത കന്നുകാലികളെ ദൈവത്തിന് സമർപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളുണ്ട്. കടമോചനം ദൈവത്തിൻ്റെ കരുണയും പുനഃസ്ഥാപന ഹൃദയവും വെളിപ്പെടുത്തുന്നു. ദാരിദ്ര്യവും അടിച്ചമർത്തലും സ്ഥിരമായ അടിമത്തവും ദൈവജന സമൂഹത്തിൻ്റെ മുഖമുദ്രയാകരുതെന്ന് ദൈവം ആഗ്രഹിച്ചു. ദാസന്മാരുടെ വിമോചനം ഇസ്രായേലിനെ മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോചിപ്പിച്ചതിനെ ഓർമ്മിപ്പിച്ചു. കൃപ ലഭിച്ചവർ മറ്റുള്ളവർക്കും കൃപ കാണിക്കണം. ഈ അധ്യായം നീതിയിലും കരുണയിലും ദൈവത്തിൻ്റെ താല്പര്യം വെളിപ്പെടുത്തുന്നു. ദൈവകൃപ എല്ലായ്പ്പോഴും അനുകമ്പ നിറഞ്ഞ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു. വിമോചന വർഷം ബന്ദികളായവർക്ക് സ്വാതന്ത്ര്യവും പാപക്കടങ്ങൾക്ക് ക്ഷമയും പ്രഖ്യാപിച്ച യേശുക്രിസ്തുവിനെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നു. മനുഷ്യരുടെ ഏറ്റവും വലിയ കടമായ പാപം ക്രൂശിൽ ക്രിസ്തുവിലൂടെ റദ്ദാക്കപ്പെട്ടു. ഇന്നത്തെ വിശ്വാസികൾ പ്രായോഗിക കരുണ കാണിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദരിദ്രരെ നാം സഹായിക്കണം, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ പിന്തുണയ്ക്കണം, ദുർബലരെ സംരക്ഷിക്കണം, മറ്റുള്ളവരെ ചൂഷണം ചെയ്യരുത്. ക്ഷമയും ഈ അധ്യായത്തിൻ്റെ പ്രധാന പ്രയോഗമാണ്. ദൈവം നമ്മുടെ പാപക്കടങ്ങൾ ക്ഷമിച്ചതുപോലെ നാമും മറ്റുള്ളവരോട് ക്ഷമിക്കണം. സ്വാർത്ഥതയ്ക്ക് പകരം ഔദാര്യവും നിയമവാദത്തിന് പകരം കൃപയും തിരഞ്ഞെടുക്കുവാൻ ഈ അധ്യായം നമ്മെ വെല്ലുവിളിക്കുന്നു. 16-ാമത്തെ അധ്യായത്തിൽ 3 പ്രധാന വാർഷിക ഉത്സവങ്ങളെക്കുറിച്ച് മോശ നിർദ്ദേശിക്കുന്നു. 1 പെസഹ, മിസ്രയീമിൽ നിന്നുള്ള ദൈവത്തിൻ്റെ വിടുതൽ ഓർമ്മിപ്പിക്കുന്നത്. 2 പെന്തക്കോസ്ത് ഉത്സവം, വിളവെടുപ്പിലൂടെ ലഭിച്ച ദൈവപരിപാലനം ആഘോഷിക്കുന്നത്. 3 കൂടാരപ്പെരുന്നാൾ, മരുഭൂമി യാത്രയിൽ ദൈവം നൽകിയ സംരക്ഷണം ഓർക്കുന്നതിന് വേണ്ടി. ഈ ഉത്സവങ്ങളിൽ ഓരോ പുരുഷനും കർത്താവിൻ്റെ സന്നിധിയിൽ ഹാജരാകുകയും ദൈവം നൽകിയ അനുഗ്രഹത്തിനനുസരിച്ച് വഴിപാടുകൾ കൊണ്ടുവരികയും വേണം. അധ്യായത്തിൻ്റെ അവസാനത്തിൽ ന്യായാധിപന്മാരെയും നേതാക്കളെയും കുറിച്ചുള്ള നിർദ്ദേശങ്ങളുണ്ട്.
പക്ഷപാതമോ അഴിമതിയോ കൂടാതെ നീതി നടപ്പാക്കണം. ഈ ഉത്സവങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർക്കാൻ ഇസ്രായേലിനെ പഠിപ്പിച്ചു. മറവി ആത്മീയ തകർച്ചയിലേക്ക് നയിക്കുന്നു. സ്മരണം വിശ്വാസത്തെയും നന്ദിയെയും ശക്തിപ്പെടുത്തുന്നു. ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുന്നത് ആരാധന സമൂഹ ജീവിതത്തിൻ്റെ കേന്ദ്രമാണെന്ന് പഠിപ്പിച്ചു. ഓരോ ഉത്സവവും ക്രിസ്തുവിൽ പരിപൂർണത പ്രാപിക്കുന്നു. പെസഹ ലോകപാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുവിനെ സൂചിപ്പിക്കുന്നു. ആഴ്ചകളുടെ ഉത്സവം അഥവാ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയെ മുൻകൂട്ടി കാണിക്കുന്നു. കൂടാരപ്പെരുന്നാൾ ദൈവം തൻ്റെ ജനങ്ങളോടുകൂടെ വസിക്കുന്നതിനെയും നിത്യരാജ്യത്തെയും സൂചിപ്പിക്കുന്നു. നീതിയിലുള്ള ഊന്നൽ ദൈവത്തിൻ്റെ നീതിയുള്ള സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. ദൈവരാജ്യം സത്യം, നീതി, ധാർമ്മികത എന്നിവയുടെ മേലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസികൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ മനഃപൂർവ്വം ഓർക്കണം. സ്ഥിരമായ ആരാധന, വിശുദ്ധ തിരുവത്താഴം, പ്രാർത്ഥന, വചനപഠനം എന്നിവ ആത്മീയ സ്ഥിരത നൽകുന്നു. നീതിക്കായുള്ള ആഹ്വാനം ഇന്നും പ്രസക്തമാണ്. കുടുംബത്തിലും സഭയിലും ജോലിസ്ഥലത്തിലും സമൂഹത്തിലും സത്യസന്ധതയും നീതിയും പാലിക്കണം. ഈ അധ്യായങ്ങൾ ദൈവം വിശുദ്ധരും കരുണയുള്ളവരും ആരാധനാപരരുമായ നീതിമാന്മാരുമായ ജനത്തെ ആഗ്രഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു. വിശുദ്ധി ആരാധനയിൽ മാത്രം ഒതുങ്ങുന്നില്ല. സാമ്പത്തിക ജീവിതത്തിലും ബന്ധങ്ങളിലും ഔദാര്യത്തിലും നേതൃത്വത്തിലും സമൂഹ ജീവിതത്തിലും അത് പ്രകടമാകണം. ദൈവം തൻ്റെ ജനത്തെ വിളിക്കുന്നത് തൻ്റെ വിശുദ്ധ സ്വത്തായി ജീവിക്കുവാൻ, ഔദാര്യവും കരുണയും പ്രാവർത്തികമാക്കുവാൻ, തൻ്റെ രക്ഷാപ്രവൃത്തികളെ ഓർക്കുവാൻ, നീതിയോടെ ആരാധിക്കുവാൻ, നീതിയും ധാർമ്മികതയും പിന്തുടരുവാൻ വേണ്ടിയാണ് അവൻ തൻ്റെ ജനത്തെ വിളിക്കുന്നത്. ദൈവജനത്തിന് ഈ അധ്യായങ്ങൾ യേശുക്രിസ്തുവിൽ പരിപൂർണ അർത്ഥം പ്രാപിക്കുന്നു. അവനിലൂടെ നാം ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാകുന്നു, പാപക്കടത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുന്നു, വീണ്ടെടുക്കപ്പെട്ട സമൂഹമായി ദൈവത്തെ ആരാധിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ സ്വത്തായി ജീവിക്കുന്നുണ്ടോ? എൻ്റെ ആരാധന എന്നെ കൂടുതൽ ഔദാര്യത്തിലേക്കും കരുണയിലേക്കും നീതിയിലേക്കും നയിക്കുന്നുണ്ടോ? ഈ ചിന്തകളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.